ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നിങ്ങളെല്ലാവരും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നൊരു വ്ളോഗാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇവിടെ ബാംഗ്ലൂർ നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ കോൾഡൊക്കെ ഉണ്ട് എനിക്കും പാത്തോനും. എന്താകുമെന്ന് അറിയില്ല. എന്തായാലും പാത്തോന് ഇപ്പം ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്. അത് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എപ്പോഴും ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഹോമിയോ മരുന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്, ഒരു 7 മണിയൊക്കെ ആകാറായി എണീറ്റപ്പോഴത്തേക്കും. അപ്പോൾ പാത്തോനാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകണം, ദിനുവിന് ഇന്ന് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് പാത്തോനെ വിടുന്ന കാര്യം മാത്രം രാവിലെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എണീറ്റിട്ട് കാപ്പി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അവളെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവളെ പല്ല് തേപ്പിച്ചിട്ട് ഇത്തിരി ഒന്ന് ചൂടാറിയിരിക്കുമല്ലോ കാപ്പി ഇട്ട് വെച്ചാൽ. പിന്നെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് അവൾക്ക് ഇന്ന് ABCD ദോശ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ മാവ് അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ നമുക്ക് ദോശ ചുടാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാത്തുവിന് ABCD ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരമൽ ദോശ ABCD ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പം ABCD ആണെങ്കിലോ 1 2 3 ആണെങ്കിലോ പിന്നെ ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചൊക്കെ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുത്താൽ പിള്ളേർ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കഴിച്ചോളും. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ 3-4 കാഷ്യൂനട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ന് വേറെ കൊടുക്കുന്നത് ഞാൻ സ്മൈലിയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു വിടുമ്പോൾ തന്നെ അവർക്ക് ടിഫിനൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിയാകും. അപ്പോൾ ഞാൻ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് അവളെ പോയി വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉറക്കം ശരിയായില്ല, കുറച്ച് നേരം ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നാലും വഴക്കൊന്നുമില്ലാതെ എഴുന്നേറ്റ് വന്നു കേട്ടോ. നേരത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി വരുന്നുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ ബുദ്ധിമുട്ടില്ല രാവിലെ എണീപ്പിച്ച് റെഡിയാക്കി വിടാനായിട്ട്. പിന്നെ പാത്തുവിനെ പല്ല് തേപ്പിക്കാനായിട്ട് ദിനു പോയ സമയത്ത് ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ നെയ് റോസ്റ്റ് ആക്കി കൊടുക്കും. എന്നിട്ട് ചമ്മന്തിയോ സാമ്പാറോ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് കൂട്ടി കഴിച്ചോളും. ഇന്നിപ്പോൾ തക്കാളി ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് തക്കാളി ചമ്മന്തി മതിയെന്ന്. അപ്പോൾ അത് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ദോശ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പാത്തു റെഡിയായി. അപ്പോൾ പാത്തുവിനെ യൂണിഫോം ഒക്കെ ഇടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അവൾ സ്കൂളിൽ പോയ സമയത്ത് അവളെ ഞാൻ എന്നും ജാക്കറ്റ് ഇടിപ്പിച്ച് വിടുന്നതാണ്. ഇന്നലെ ജാക്കറ്റ് കഴുകിയത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവളെ ഇടിപ്പിക്കാതെ വിട്ടതുകൊണ്ട് തന്നെ ഇന്നലെ വേറെ ഏതോ ഒരു കുട്ടിയുടെ ജാക്കറ്റ് അവളുടെ ബാഗിൽ വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞത് മാം വെച്ചതാണ്, അവളല്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും വേറൊരു കുട്ടിയുടെ ജാക്കറ്റും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. ഇനിയിപ്പോൾ ഇന്നത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെ പാത്തു സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദിനുവും കൂടെ വരാമെന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് ഡേ ആണ് അവളെ ആദ്യമായിട്ട് ഞാനും ദിനുവും കൂടെ കൊണ്ടുവിടുന്നത്. അതിനുശേഷം ഇന്ന് വരെ ദിനുവിന് അവളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം പാത്തു ദിനു പോയതിന് ശേഷമാണ് ഇന്നും പോകാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിനുവിനെ അവളെ കയറ്റി വിടുന്നത് കാണാനും പറ്റാറില്ല, കൊണ്ടുവിടാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ദിനു തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ദിനുവും കൂടെ വന്നപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയായി. കാരണം അവളെ ആദ്യമായിട്ടല്ലേ അപ്പോൾ സ്കൂൾ ബസ്സെ കയറ്റി വിടുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം നിന്നപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കയറ്റി വിടുകയാണ്. പിന്നെ ജാക്കറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് കവറിലാക്കി ഞാൻ സ്കൂൾ ബസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പാത്തു കയറി ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ, അവരോടൊക്കെ സംസാരിക്കും. അങ്ങനെ പാത്തു താണ്ടെ പോകാനായിട്ട് റെഡി ആയിരിപ്പുണ്ട്. നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആൾ പോകുന്നത്. അങ്ങനെ പാത്തുവിനെ വിട്ടിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മളും കഴിക്കാനായിട്ട് ചായ ഇടുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വേണം ഇനി ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും ചായ ഇട്ട് ദോശയും ചുട്ടിട്ട് നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. തക്കാളി ചമ്മന്തി ഉണ്ട്, വെള്ളച്ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെയ് റോസ്റ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അവധി ദിവസങ്ങളിലാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോഴേക്കും ദിനു എനിക്ക് തേങ്ങാക്കൊത്ത് എടുത്ത് തരുന്നുണ്ട്. ഇന്ന് നമുക്ക് പയറ് മെഴുക്കുവരട്ടിക്കകത്തും ഇറച്ചി വരട്ടുന്നതിനകത്തും തേങ്ങാക്കൊത്ത് ഇടാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മീൻകറിയുടെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ ഞാൻ 2 മീൻകറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ ഇന്ന് വേറൊരു രീതിയിലാട്ടോ മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക്
ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് കുറച്ച് എണ്ണ കുടിക്കുന്ന ചട്ടിയാണ് കേട്ടോ. പെട്ടെന്ന് എണ്ണ വറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളമാണെങ്കിലും അവിടെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും അതുപോലെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3/4 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഞാനൊരു 15ഓളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വലിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട് വരണ്ട, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഇതിൽ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുകൂടാതെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ അത് 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു അളവെന്ന് പറയുന്നത് 1 കിലോ മീനിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പുളിവെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഈ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ, ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ബാക്കി പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കുറുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ബാക്കി ഇരിക്കുന്ന പുളിവെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ പുളിവെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാനായിട്ട്. ഞാനിപ്പോഴും ഒരുപാട് വെള്ളം ഒഴിച്ച് മീൻകറി വെക്കാറില്ല. ചെറുതായിട്ടൊന്ന് കുറുക്കി മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ലൂസായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്തിരി തിക്കായിട്ടിരിക്കുമ്പോഴാണ് മീൻകറി എപ്പോഴും നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഈ ഒരു ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒല എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ, ഒല മീൻ. അപ്പോൾ ഈ മീൻ നമ്മൾ നന്നായിട്ട് വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ മീൻ മേടിക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. കാരണം മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കതും അഴുക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പിന്നെ കൂട്ടാനായിട്ടും തോന്നുകയില്ല. അപ്പോൾ ഈ ഒരു മീൻ മാത്രമാണ് നമ്മൾ കൂടുതലും ഇപ്പം മേടിക്കാറ്. അതാണ് കൂടുതൽ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഈ ആദ്യമൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തവിയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ, അത്രയേ ഉള്ളൂ. അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഏകദേശം ഒന്ന് വേവായി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ അരി വെച്ചിട്ട് അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചായിരുന്നു. വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് കുക്ക് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ മോരുകറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കാതെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടി ഇട്ട് കടുക് വറുത്തെടുത്ത മോരുകറിയാണ്. അങ്ങനെ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പയറും മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതിന് കുറച്ച് പാത്രമൊക്കെ കഴുകി തരുകയാണ്. വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അതേസമയം ഓഫീസിൽ പോകുമ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടാറില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. എന്തുണ്ടാക്കണം, വീട് ക്ലീൻ ആക്കണം, അങ്ങനെ എല്ലാ പണിയും കൂടെ പെൻഡിങ് കിടക്കുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ടെൻഷൻ കൂടും. അതേസമയം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഓരോന്നിനും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വീടൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ വലിയൊരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും പെട്ടെന്ന് ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ പോലും വരില്ല. കാരണം നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നത് നമ്മുടെ ആവശ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഗസ്റ്റിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ആക്കിയൊക്കെ ഇടുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പിന്നെ കുക്കിംഗ് മാത്രം കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. അങ്ങനെ പയറ് മെഴുക്കുരട്ടി അവിടെ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മീൻ കറി ഇവിടെ കണ്ടില്ലേ നല്ല തിക്കായിട്ടുണ്ട്, ഗ്രേവിയൊക്കെ മീനൊക്കെ വെന്ത് വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേളിൽ കൂടെ തൂകാം. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ ഓഫ് ചെയ്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മീൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പണിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറച്ചി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി വരട്ടിയെടുക്കണം. അപ്പോൾ ഉരുളിയിലിട്ട് പതുക്കെ വരട്ടിയെടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മീൻ കറി മാത്രമേ ഉള്ളൂ ഇതിന് മുന്നേ ഷെയർ ചെയ്യാത്തത്, അതുകൊണ്ട് അതാ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് ഷീറ്റൊക്കെ മാറ്റി ഒന്ന് വിരിച്ച് ഒന്ന് ക്ലീനാക്കി വീട് മൊത്തത്തിൽ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തൂസിനെ കൊണ്ടുവരാനായിട്ടുള്ള സമയമായപ്പം ദിനു അവളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. 12:40 ആകുമ്പോഴത്തേക്കും അവൾ വരും. അപ്പോൾ ഇന്ന് ദിനു വിളിക്കാനായിട്ട് പോയതുകൊണ്ട് തന്നെ ഇതാണ്ട് ആൾ ലോലിപോപ്പൊക്കെ താഴെ നിന്ന് മേടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. വരുന്ന ഉടനെ തന്നെ ഞാൻ അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ അപ്പ വിളിക്കാൻ ചെന്നതുകൊണ്ട് തന്നെ അത് മാക്സിമം അവൾ മുതലാക്കി താഴെ കടയിലൊക്കെ കയറി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ അവളെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി കയ്യും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി സമയം ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം എപ്പോഴും പിള്ളേരാണെങ്കിൽ ഇരുന്ന് ബോറടിക്കത്തില്ലേ. അപ്പോൾ അവൾ കാർട്ടൂണൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. അവൾ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇറച്ചി റെഡി ആയിട്ടില്ല, ബാക്കി എല്ലാ കറികളും കൂട്ടി ഞങ്ങൾ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിൽ ഒരാൾ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഉഷ ചേച്ചിയെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ദിനുവിൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പം അവർ നാട്ടിലായിരുന്നു, ശരിക്കും അവർ സിൽവാസയിൽ ഗുജറാത്തിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് കുറച്ച് ദിവസം മുന്നേ പോയതായിരുന്നു. പോയ സമയത്ത് അവരിവിടെ 2 ദിവസം നിന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചിന്ന് അവിടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതുകൂടാതെ ഉഷ ചേച്ചിക്ക് ഡൽഹി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് നാട്ടിൽ നിന്ന് ഡൽഹി പോയിട്ട് നേരെ ഇപ്പോൾ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉഷ ചേച്ചിയെ പിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോയത്. അപ്പോൾ ഇതാണ് ഉഷ ചേച്ചി. അവർക്ക് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് സിൽവാസയ്ക്ക് തിരിച്ച് പോകണം. അപ്പോൾ അവരുടെ നീണ്ട ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉഷ ചേച്ചിയുടെ ഹസ്ബൻഡ് ബിജു അണ്ണന് രാഹുലും കൂടെ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. അവരും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ അടുത്ത് എത്തും. അവരെത്താറായിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് രാഹുലും റിയയും ഉണ്ടായിരുന്നു. റിയ മോളാണ് കേട്ടോ. ഇതാണ് രാഹുൽ. അപ്പോൾ റിയ തിരിച്ച് കോളേജിലേക്ക് അവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ പൂനെക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം രാഹുലും ബിജുവണ്ണനും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉണ്ട് ലഗേജ്. അതിൽ കുറച്ച് ലഗേജ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ നമുക്ക് വേണ്ടിയിട്ടും കുറേ സാധനങ്ങൾ എന്തായാലും വണ്ടി വരുമല്ലേ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദിനു താഴെ പോയി അവരെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇതാണ് കേട്ടോ ബിജുവണ്ണന്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണി 8:15 ആയി കേട്ടോ ഇവർ വന്നപ്പോഴത്തേക്കിനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ദിനു ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ല. വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന സമയം പോയി. അതും കൂടെ ഒന്ന് അരച്ചിട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കുന്നതാണ്. ഇതിപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. നാളത്തേക്ക് പൊളിച്ച് വന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എളുപ്പം ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തു വിട്ട കപ്പയാണ് കേട്ടോ. അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കപ്പ വേവിക്കുക പുഴുങ്ങുക പല രീതിയിലാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചീനി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഉണ്ടെങ്കിൽ മീൻ കറിയും ഇറച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പം അത് ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും തന്നെ എളുപ്പം ഒന്ന് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനുള്ളതെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. മോര് കറി, പപ്പടം, ഇറച്ചി വരട്ടിയത് എല്ലാവരും കഴിച്ചു തുടങ്ങി. ചോറ്, പിന്നെ കപ്പ, അതുപോലെ പയറ് മെഴുക്കുവരട്ടി, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുണ്ട്. ഈ മീൻ കറിയും കപ്പയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. ദിനുവും ബിജുവണ്ണനും രാഹുലും ഒക്കെ കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ഞാനും ഉഷ ചേച്ചിയും കൂടെ ഇരുന്നാൽ മതി. ഉഷ ചേച്ചി ഇരുന്നിട്ടുണ്ട്. അപ്പം പാത്തുവിനും ഞാൻ ഇച്ചിരി നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നു. എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്